ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി പാക്കേജുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. 2018-2019 കാലഘട്ടത്തിലുണ്ടായ പ്രളയം, ആ പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് വേണ്ടി 5000 കോടി രൂപയുടെ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2020 ആ ബഡ്ജറ്റിലൂടെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് 1000 കോടി രൂപയുടെ പാക്കേജ് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സാക്ഷാൽ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കട്ടപ്പനയിലെ പഴയ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇടുക്കിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു 12000 കോടി രൂപയുടെ പാക്കേജ് കൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഇടുക്കിക്കാർക്ക് വേണ്ടി മൊത്തം വന്ന പാക്കേജ് ആദ്യത്തെ 5000 കോടി, പിന്നെ 1000 കോടി, പിന്നെ വന്നിരിക്കുന്ന 12000 കോടി, അങ്ങനെ 18000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടം മുതൽ 2018 മുതൽ 2026 വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ഈ 8 വർഷത്തിനിടയിൽ ഇടുക്കിയിലെ കൃഷിക്കാരുടെയോ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെയോ പുനരുദ്ധാരണത്തിന് വേണ്ടി 100 കോടി രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരോട് ചോദിച്ചാൽ പറയുന്നത് അവരെ കളക്ട്രേറ്റിൻ്റെ അവിടെ ഹോസ്റ്റൽ പണിതിട്ടുണ്ട്, അവിടെ കളക്ട്രേറ്റിന് ചുറ്റും മതിൽ പണിതിട്ടുണ്ട്, ഇതൊക്കെയാണ് പാക്കേജിൽപ്പെടുത്തി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ പണിയുകയോ അല്ലെങ്കിൽ അവിടെ കെട്ടിടത്തിൻ്റെ ചുറ്റുമതിൽ പണിയുകയോ ഒക്കെ ചെയ്യുന്നതല്ല. ഇവിടെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഇവിടുത്തെ കൃഷിക്കാരൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ പാക്കേജിൽപ്പെടുത്തി എന്ത് കാര്യം ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം. ഇവിടെ കൃഷിക്കാർ 2018-19 പ്രളയം, അതിനുശേഷം വന്ന കൊറോണ, ഇതിൻ്റെയൊക്കെ പേരിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന എന്തോരം ആളുകൾ, വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ, മാനസികമായി ബുദ്ധിമുട്ടുന്ന എത്രയോ കർഷകരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഐക്യജനാധിപത്യ മുന്നണി എത്രയോ പ്രാവശ്യം പറഞ്ഞു ഈ ആളുകൾ അടയ്ക്കാനുള്ള വായ്പയുടെ ഒരു പലിശയെങ്കിലും ഈ പാക്കേജിൽപ്പെടുത്തി ഒന്ന് എഴുതിത്തള്ളാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവും. ഒരൊറ്റ നയാ പൈസ പോലും ഒരു കൃഷിക്കാരൻ്റെ ഒരു നയാ പൈസ പോലും പലിശ എഴുതിത്തള്ളാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെൻറ്റാണിത്. കാർഷിക കടാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞ് ആളുകൾക്ക് കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. അത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതല്ല, ഇടുക്കി ജില്ലയിൽ കടാശ്വാസ കമ്മീഷൻ പ്രഖ്യാപിച്ച ഒരു പൈസ പോലും അത് ബാങ്കുകൾക്ക് നൽകിയിട്ടില്ല, അതോടൊപ്പം തന്നെ കൃഷിക്കാരന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാക്കേജിൻ്റെ പ്രഖ്യാപനം നിൽക്കുകയാണ്, പക്ഷേ ആളുകൾക്ക് 10 നയാ പൈസയുടെ പ്രയോജനമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുമ്പോട്ട് പോവുകയാണ്. ജപ്തി നടപടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ബാങ്കാണ്. മനുഷ്യനോട് യാതൊരുവിധ മനുഷ്യത്വവുമില്ലാത്ത നിലയിൽ ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് കേരള ബാങ്ക്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. അവിടെ പോലും ഒരു മര്യാദ, മനുഷ്യത്വം കാണിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ പേരിൽ ആളുകൾക്ക് എന്ത് നേട്ടമുണ്ടായിട്ടുണ്ട്? നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾക്ക്, എത്ര കൃഷിക്കാർക്ക് നിങ്ങൾ കടാശ്വാസം കൊടുത്തിട്ടുണ്ട്? എത്ര ആളുകളുടെ പലിശ നിങ്ങൾ എഴുതി തള്ളിയിട്ടുണ്ട്? എത്രയോ ക്ഷീര കർഷകർ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളാണ്. അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിക്കാർ, കുരുമുളക് കൃഷിക്കാർ, പല സന്ദർഭങ്ങളിലുണ്ടായിട്ടുള്ള വിളനാശങ്ങൾ, അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നതിന് വേണ്ടി ഈ പാക്കേജിൽപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പാക്കേജുകൾ പ്രഖ്യാപിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിച്ച, അവരെ വഞ്ചിച്ച നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടുക്കിയിലെ ജനങ്ങൾ, കാർഷിക മേഖലയിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാ സ്ഥലങ്ങളിലും ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. കർഷകർ വലിയ വേദനയിലാണ്. അവരുടെ കാർഷിക കടങ്ങൾ, അതിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടതിൻ്റെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. പലിശ എഴുതിത്തള്ളതിൻ്റെ പലിശ എഴുതിത്തള്ളണം. അങ്ങനെ ആ ഒരു നിലയിൽ കൃഷിക്കാരെ സഹായിക്കാനായിട്ട് സർക്കാർ തയ്യാറാവും. ഇടുക്കിയിലെ കൃഷിക്കാർ മറ്റ് ജില്ലയിലെ കൃഷിക്കാരെ പോലെയല്ല. അവർ വളരെയധികം ബുദ്ധിമുട്ടുകളെ നേരിട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ജനങ്ങളെ, കൃഷിക്കാരെ വഞ്ചിക്കുകയും
ഇടുക്കിയിലെ കാർഷിക മേഖലയെ അവഗണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കാർഷിക മേഖലയിലെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ വലിയ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.